രാജ്യത്ത് നടന്ന ഇ.ഡി. കേസുകളെക്കുറിച്ച് സോഷ്യൽ ഓഡിറ്റിന് തയ്യാറാവണമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി പറഞ്ഞു. കേരളത്തിൽ സംഘപരിവാറിന് വളമിട്ട് കൊടുക്കുന്നത് CPM ആണെന്നും അദ്ദേഹം പറഞ്ഞു. സഹോദരി കേരള പദയാത്രയുടെ ഭാഗമായി മുക്കത്ത് നടന്ന പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് നടന്ന ഇ.ഡി. കേസുകളെക്കുറിച്ച് സോഷ്യൽ ഓഡിറ്റിന് തയ്യാറാവണമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി പറഞ്ഞു. ഇ.ഡി., CBI എന്നിവരെ RSS പലതിനു വേണ്ടിയും ഉപയോഗപ്പെടുത്തുകയാണെന്നും ഈ അപകടകരമായ അവസ്ഥയ്ക്കെതിരെ സുപ്രീം കോടതി ഇടപെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സാഹോദര്യ കേരള പദയാത്രയുടെ ഭാഗമായി തിരുവമ്പാടി മണ്ഡലത്തിൽ നടന്ന പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 10 വർഷത്തിനിടെ 193 കേസുകൾ ഇ.ഡി. രജിസ്റ്റർ ചെയ്തെങ്കിലും അതിൽ ശിക്ഷിക്കപ്പെട്ടത് 2 കേസുകളിൽ മാത്രമാണ്. രാജ്യസ്നേഹം പറയുന്ന ഒരു കൂട്ടർ ഈ രാജ്യത്തെ തന്നെ ഇല്ലായ്മ ചെയ്യുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇ.ഡി. എന്നത് RSSന്റെ വജ്രായുധമാണ്. അവർ ഭരണകൂട സംവിധാനങ്ങളെ പ്രയോജനപ്പെടുത്തി നടത്തിക്കൊണ്ടിരിക്കുന്ന വേട്ടയുടെ ഭാഗമായിട്ടാണ് ഇ.ഡി. ഇറങ്ങുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത്, ഇന്ത്യ രാജ്യത്ത് ഇതുവരെ നടന്ന മുഴുവൻ ഇ.ഡിയുടെ കേസുകളെക്കുറിച്ചും വളരെ കൃത്യമായ ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങിന് തയ്യാറാകണം. രാഷ്ട്രീയ എതിരാളികളെ പിഴുതെടുക്കാൻ, മുസ്ലിം സംഘടനകളെ നിരോധിക്കാൻ, മുസ്ലിം നേതാക്കളെ ജയിലിലിടാൻ, പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളെ ജയിലിൽ ഇടാനൊക്കെയാണ് ഇ.ഡി. വരിക. പ്രിയങ്ക ഗാന്ധി ജയിച്ചത് തീവ്രവാദികളുടെ വോട്ട് വാങ്ങിയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി തന്നെ പറയുന്നു. ഇതിൻ്റെ പിന്നിലെ ലക്ഷ്യമെന്താണ്? കേരളത്തിൽ സംഘപരിവാറിന് വളമിട്ട് കൊടുക്കുന്നത് CPM ആണെന്നും CPM ഇസ്ലാമോഫോബിയ പ്രചരിപ്പിച്ച് പോലീസിനെയും ആഭ്യന്തര വകുപ്പിനെയും സംഘപരിവാറിൻ്റെ കൈകളിൽ എത്തിച്ചു കൊടുക്കുകയാണെന്നും റസാഖ് പാലേരി പറഞ്ഞു. വന്യജീവികൾ കൃഷിസ്ഥലങ്ങളിലും ജനവാസ പ്രദേശങ്ങളിലും ഇറങ്ങുന്നത് കർഷകർക്കും പൊതുജനങ്ങൾക്കും വലിയ ഭീഷണിയാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്നും വന്യജീവികളുടെ ഇത്തരം അക്രമങ്ങൾ നിയന്ത്രിക്കുന്നതിന് സമഗ്ര പദ്ധതികൾ ആവിഷ്കരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. വനനശീകരണമാണ് വന്യജീവി ആക്രമണത്തിൻ്റെ കാരണമെന്നും അശാസ്ത്രീയമായ വനം കയ്യേറ്റങ്ങൾ തടയാൻ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, മുക്കം.